ഇനി പഞ്ചായത്ത് പോകുന്നത് തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് ഉണ്ട്. സ്വാഗതം ശ്രീമതി വിനിത മോഹൻദാസ്. പെരിഞ്ഞനം പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കൃഷി, വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ പഞ്ചായത്തിന്റെ 3 വാർഡുകൾ തീരദേശ മേഖലയിൽ ഉൾപ്പെടുന്നു. മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടികൾക്ക് പഠനമേശയും കസേരയും അല്ലെങ്കിൽ നമ്മള് ലാപ്ടോപ്പ്, ഒരു വർഷം നമ്മൾ കൊടുത്തത് സൗര റാന്തലാണ്. പിന്നെ കുടിവെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വാട്ടർ ടാങ്ക്, അങ്ങനെയുള്ള നമ്മൾക്കറിയാലോ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലൊക്കെ കൂടുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വർഷവും പ്രൊജക്ട് വെക്കുന്നത്. ഒരു വർഷം നമ്മള് മത്സ്യത്തൊഴിലാളികൾക്ക് വല കൊടുത്തു. അതേപോലെ മാറി മാറി നമ്മൾ കൊടുത്തു വരുന്നത്. ഇപ്പൊ 2 വർഷമായിട്ട് നമ്മൾ ലാപ്ടോപ്പ്, ഫർണിച്ചർ, വാട്ടർ ടാങ്ക് അങ്ങനെയൊക്കെ നമ്മൾ നൽകി വരുന്നു. അതോടൊപ്പം തന്നെ മാലിന്യമുക്ത പഞ്ചായത്തായുള്ള ഒരു പ്രഖ്യാപനം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധേയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തുള്ളത്. ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്? പെരിഞ്ഞനം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2018 വർഷത്തിൽ ഞങ്ങൾ തുടങ്ങിയ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കത്തിലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ ഓരോ വർഷം ചെല്ലും തോറും അവിടേക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാവർക്കും നമ്മൾ യൂണിഫോം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ട്രോളി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് 2 ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. ഇത് വാർഡ് തലത്തിൽ നിന്ന് കളക്ട് ചെയ്ത് വലിയ MCF-ലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. അതേപോലെ നമ്മൾ ബെയിലിംഗ് മെഷീൻ ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് ബെയിലിംഗ് മെഷീൻ കിട്ടിയിട്ടുണ്ട്. ഒട്ടേറെ അതുപോലെ അവർക്ക് തരംതിരിക്കുന്നതിന് വേണ്ടിയുള്ള സോർട്ടിംഗ് ടേബിള്, അതേപോലെ അവിടേക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചുറ്റും നമ്മള് CCTV ക്യാമറയും നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഒറ്റക്കെട്ടായി നിന്ന് നല്ല മാലിന്യ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ തന്നെയാണ് അവിടെ നമ്മള് ഗോബർധൻ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അതായത് ജൈവ മാലിന്യങ്ങൾ കടകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടെ അത് അരച്ച് ഗ്യാസ് ആക്കി നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു സുനാമി റെസിഡൻഷ്യൽ ഉണ്ട്. അവിടെ ഒരു 20 വീട്ടുകാർക്ക് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഗ്യാസ് സൗജന്യമായി നൽകി വരുന്നു. ഇനി ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ മാലിന്യമുക്ത പ്രഖ്യാപനമൊക്കെ നമ്മൾ നടത്തി, നല്ല രീതിയിലൊക്കെ നമ്മൾ നടത്തി. നമ്മളെ പഞ്ചായത്തിൽ ഒരു മാലിന്യമുക്തമായിട്ടുള്ള ഒരു പ്രദേശമോ കവലയോ ഒന്നുമില്ല, ജലാശയങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഇനിയും ജനങ്ങളുടെ മനോഭാവം മാറാനുണ്ട്. ആ മനോഭാവം മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ഇനി നമ്മൾ കൂടുതൽ പോകേണ്ടത്. ഞാൻ ഇനി റോട്ടിലേക്കോ തോട്ടിലേക്കോ പുഴയിലേക്കോ വലിച്ചെറിയില്ല, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കില്ല എന്നുള്ള ആ ഒരു മനോഭാവം ഇനി ജനങ്ങളിൽ മാറ്റിയെടുക്കാണ്ട്. ബോധവൽക്കരണം ഒക്കെ നമ്മൾ കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബോധവൽക്കരണം അല്ല നമുക്ക് വേണ്ടത്, ഇവരെ മനോഭാവം മാറ്റിയെടുക്കുക. കൂടുതലും നല്ല പിഴയുമായി ഒക്കെ നമ്മൾ പോയെങ്കിൽ മാത്രമേ ജനങ്ങൾ ഒരു നല്ല രീതിയിലേക്ക്, അതായത് നമ്മളെ സർക്കാർ എന്ത് ഉദ്ദേശിക്കുന്നുവോ നമ്മുടെ നാടിനെ നല്ല രീതിയിൽ നിർത്തി പോകുന്നതിന് വേണ്ടി എല്ലാവരും സർക്കാരിന്റെ ഒപ്പം ഭരണസമിതിയുടെ ഒപ്പം സഹകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാം. തീർച്ചയായും മാലിന്യമുക്ത പഞ്ചായത്തായി മാറിയിരിക്കുന്നു. ഇനി തുടർന്നും അത്തരത്തിലുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ തന്നെ നടപ്പിലാക്കാനെല്ലാം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയിലും അടക്കം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഏതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തുന്നത്? അതെങ്ങനെയാണ് നടപ്പിലാക്കി വരുന്നത്? കാർഷിക മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരദേശ പഞ്ചായത്തൊക്കെ ആയതുകൊണ്ട് തെങ്ങ് കൃഷിയാണ് കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ തെങ്ങിന് ജൈവവളം, അതേപോലെ കേടുവന്ന തെങ്ങ് മുറിച്ചു മാറ്റി പകരം നല്ല തെങ്ങിൻ തൈകൾ വയ്ക്കൽ. പിന്നെ തെങ്ങിന്റെ തന്നെ പറയാലോ, തെങ്ങ് കയറ്റൊക്കെ ആദ്യത്തെ പോലെയൊന്നും ഇല്ല. അതുകൊണ്ട് തെങ്ങിന്റെ കൂമ്പ് വൃത്തിയാക്കി നമ്മൾ മരുന്ന് വെക്കുന്നു. അതേപോലെ നമ്മൾ ജൈവ പച്ചക്കറികൾ നമ്മൾ കൊടുത്തു വരുന്നു. അതേപോലെ ഫലവൃക്ഷത്തൈ കൊടുത്തു വരുന്നു. അങ്ങനെ ഒട്ടേറെ നടീൽ വസ്തുക്കൾ കൊടുത്തു വരുന്നു. അങ്ങനെ എല്ലാവരെയും കൃഷിയിലേക്ക് ഇറക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ്. അപ്പൊ നമ്മൾ നടീൽ വസ്തുക്കളായാലും പച്ചക്കറി തൈകളായാലും സ്ഥലമില്ലാത്തവർക്ക് വീടിന്റെ മുകളിലൊക്കെ
ഗ്രോ ബാഗിൽ വെച്ചും ചട്ടിയിൽ വെച്ചൊക്കെ കൃഷി ചെയ്യാനുള്ള, അതേപോലെ ചെടിച്ചട്ടിയും കൂടി കൊടുക്കുന്ന വിധത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മൾ ചെയ്തു വരുന്നു. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിഞ്ഞു? പാർപ്പിടം, ഭവന നിർമ്മാണം അടക്കം തന്നെ എത്രത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ് പാർപ്പിടം, അല്ലെ? നമുക്കറിയാം 2020 ലൈഫ് പദ്ധതി നമ്മൾ വന്നതിന് ശേഷമാണ് തുടങ്ങിയത്. ആദ്യം ഫേസ് 1ഉം 2ഉം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ 2020 എന്ന് പറയും 2020 ലൈഫ് പദ്ധതി നമ്മൾ വന്നതിന് നമുക്ക് 248 വീട് ഈ പറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം. 248 പേർക്ക് സ്വന്തമായി ഒരു വീട് ആയി എന്നുള്ള, അല്ലെ, ഒരു വീട് എന്നൊരു സ്വപ്നം എല്ലാവർക്കും ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. അത് ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു? കുടിവെള്ളം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കുടിവെള്ളം. അതിൽ ജനങ്ങൾക്ക് എത്രത്തോളം വെള്ളം എത്തിക്കാൻ സാധിച്ചു എന്നതടക്കം തന്നെ ഒന്ന് പറയാം. ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് കുറച്ച് നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾക്കറിയാലോ, ജലജീവ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പുകളൊക്കെ കുഴിച്ചപ്പോ ചില റോഡുകൾക്കൊക്കെ വളരെയേറെ കേടുപാട് സംഭവിച്ചു, ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നോക്കുമ്പോ പെരിഞ്ഞനം പഞ്ചായത്തില് അധികം കേടുപാടുള്ള ഒരു റോഡൊന്നുമില്ല. എല്ലാ റോഡുകളും നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഇനി 1-2 റോഡുകളും കൂടി ഉണ്ട്. അത് നമ്മൾ ഇപ്പോ ഈ ഏപ്രിൽ മാസത്തിലും കൂടി അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റോഡിന്റെ കാര്യം ഒരു ഉഷാറാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു. കുടിവെള്ളം എന്ന് പറയുന്നത് പെരിഞ്ഞനത്ത് നമ്മളെ ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൃത്യമായി വരികയാണെങ്കിൽ കുടിവെള്ളത്തിന് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടില്ല. വാട്ടർ അതോറിറ്റി വെള്ളം ആശ്രയിക്കുന്നവർക്ക് ആ വെള്ളം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മളെ തീരദേശ മേഖലയിലും ചെറിയൊരു പ്രശ്നം വരുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കൃത്യമായി വരികയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ കുടിവെള്ള ക്ഷാമം വരുന്ന ആയ അവസ്ഥയിൽ നമ്മൾ അത് കുടിവെള്ളം എത്തിക്കാൻ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്വന്തമായി പെരിഞ്ഞനത്തിന് സ്വന്തമായി ഒരു കുടിവെള്ള പദ്ധതി, അതായത് നമ്മുടെ തീരദേശ വാർഡുകളാണ് 14, 15 വാർഡുകളിൽ. അപ്പൊ 14-ാം വാർഡിൽ ഇപ്പൊ നമ്മളൊരു കിണർ കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിണറിനോടനുബന്ധിച്ച് നമ്മള് മോട്ടോർ ഷെഡ് പണിയണം, ടാങ്കൊക്കെ പണിത് കഴിഞ്ഞ് ഈ 14, 15 വാർഡുകളിലേക്ക് നമ്മൾ കോമൺ ആയിട്ട് ഓരോ പ്രദേശത്തേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു പദ്ധതി നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിന്റെ കിണർ പണി കഴിഞ്ഞു. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. ഭാവിയിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുണ്ട്. തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി വിനിത മോഹൻദാസ്.